വൈദ്യുതി ബോർഡ് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തു. ഒരു യൂണിറ്റിന്. അതുവരെയുള്ള കടങ്ങൾ കുറച്ചു. 2016 ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടിയാണ്. ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാ? വൈദ്യുതി ബോർഡിന്റെ കടം 45,000 കോടി. ഉമ്മൻചാണ്ടി സർക്കാർ 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാൻ 7 കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു, അതേ ഗവൺമെന്റ് വാങ്ങിച്ചു ഈ വിലയ്ക്ക്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ഞങ്ങൾ അതിനെ എതിർത്തില്ല. ഞാൻ പറഞ്ഞു 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി മേടിച്ചത് അഴിമതിയാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് 1 പൈസ കുറച്ച് നിങ്ങൾ വൈദ്യുതി മേടിച്ചാൽ മതിയെന്ന്. നിങ്ങളിപ്പോ എത്ര പൈസയ്ക്കാണ് വൈദ്യുതി മേടിച്ചത്? 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ വരെ 30 പൈസയ്ക്കാണ്. അങ്ങ് അവിടെ ഇരിക്കും. അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവസരം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാനം കിട്ടും. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എനിക്ക് കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങേക്ക് സീനിയറായ അങ്ങേക്ക് ഞാൻ വഴങ്ങായിരിക്കും. മന്ത്രിമാർക്കും മറുപടി പറയാൻ, വകുപ്പുകളെ കുറിച്ച് വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ മറുപടി പറയാനുള്ള അവസരമുണ്ട്. എനിക്ക് സമയക്കുറവാണ്. എന്നിട്ട് 8 രൂപ മുതൽ 14 രൂപ 30 പൈസയ്ക്ക് വരെ മേടിക്കുക. ഒരു ദിവസം 15 കോടി 20 കോടി ഈ വൈദ്യുതി ബോർഡ് നഷ്ടമുണ്ടാക്കുകയാണ് മാസങ്ങളായിട്ട്. അവസാനം അതിന്റെ പാപഭാരം ആരുടെ തലയില? ജനങ്ങളുടെ തലയിൽ. നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിയപ്പോ 2 പ്രാവശ്യത്തെ വൈദ്യുതി ചാർജ് ഒരുമിച്ച് കൂട്ടി. ഇപ്പോഴത്തെ കൂട്ടലുകൊണ്ട് മാർച്ച് മുതൽ നിങ്ങൾ കൂട്ടി. അപ്പൊ ഒരു പ്രഖ്യാപനം വേണ്ട. മാർച്ച് മുതൽ ആളുകൾക്ക് ബില്ല് വരുമ്പോ അവരുടെ വൈദ്യുതി ചാർജ് കൂടി. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കെടുകാര്യസ്ഥത, നിങ്ങൾ അവിടെ നടത്തിയ അഴിമതി, അദാനിയുടെ കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടി, അത് റദ്ദാക്കിയത് 4 രൂപ 29 പൈസക്ക് ഉണ്ടായിരുന്ന എഗ്രിമെന്റ് റദ്ദാക്കി 14 രൂപ 30 പൈസക്ക് പുറത്തു നിന്ന് വൈദ്യുതി മേടിച്ച ഗവൺമെന്റാണിത്.